ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. അമ്മ ആഗ്രഹിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ചെന്ന് ചോദിക്കാൻ പോവാ. അത് എന്തുമായി തീരുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. സംഭവം വേറൊന്നുമല്ല, അമ്മ ഇടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കരാട്ടെ പഠിക്കണമെന്ന്. അത് ആദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷോക്കായി. പക്ഷേ അമ്മ എന്നോട് അത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ച്. സത്യം ഒത്തിരി ഞാൻ ഹാപ്പി ആയിരുന്നു. കുറച്ച് നാളായി പറഞ്ഞിട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം അമ്മയ്ക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കാണ്. അന്നേരം അമ്മ അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ആദ്യം ഞാനൊന്ന് ഷോക്കായി, രണ്ടാമത് ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് രണ്ടിടത്ത് ക്ലാസ് ഉണ്ടായിരുന്നു. കുന്നിക്കോടും ഇവിടെയും ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. ഇന്നലെ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ 2-3 പേരൻസ് അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് അവർ ആ ക്ലാസ് തീരുന്നവരെ നമ്മുടെ ക്ലാസ്സിലിരുന്ന് അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകും. കുന്നിക്കോട് ക്ലാസ്സിൽ ഇന്നലെ ഒരു 10-20 പേരൻസ് ഉണ്ടായിരുന്നു. 20 പുറത്ത് പേരൻസ് ഇന്നലെ മെനങ്ങാന്നുമായിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവരെല്ലാം വന്നിട്ട് അമ്മമാരും അവരുടെ അച്ഛന്മാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഈ ക്ലാസ് തുടങ്ങുന്ന എപ്പോഴാണെന്ന് തുടങ്ങി അങ്ങനെ ഇരുന്ന് അവരെ വിളിച്ചുകൊണ്ട് പോകും. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കുട്ടിക്കാലം എന്ന് വെച്ചാൽ ഒരുപാട് ചെറുപ്പമല്ല, പഴയ എൻ്റെ കാര്യങ്ങൾ. അതായത് എന്നെ ഇന്ന് ഞാൻ കരാട്ടെ ഫീൽഡിൽ ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം എൻ്റെ അമ്മ മാത്രമാണ്. വേറെ ഒരു വ്യക്തിക്കും അതിനകത്ത് ഒരു പങ്കുമില്ല. ഞാൻ ഇന്ന് ഈ കരാട്ടെ ഫീൽഡിൽ ഇവിടെ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ കാരണം എന്നെ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഏകദേശം 4 വയസ്സ് തൊട്ട് ഇത്രയും വർഷമായിട്ട്, അതായത് ഞാൻ ഒരു 10-14 വർഷത്തോളം അമ്മയാണ് എന്നെ കൊണ്ട് നടന്നത്. അതായത് ഇപ്പം പുനലൂരിൽ നിന്ന് കൊട്ടാരക്കര ക്ലാസ് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കും. അത് 1-2 തവണയല്ല, ഈ 14 വർഷം കണ്ടിന്യൂസ് എന്നെ അമ്മയാണ് കൊണ്ട് നടന്നത്. 14 വർഷം, ഏകദേശം 14 വർഷം കൊണ്ടു നടന്നു. അതിന് ശേഷമാണ് ഞാൻ മെച്യൂർഡായതിനു ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ബസ്സിന് പോകാനും അല്ലാതെ ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം ബൈക്കിൽ പോകാനും എടുക്കാനും ഒക്കെ തുടങ്ങിയത്, ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയത്. ഏകദേശം 10-14 വർഷത്തോളം അമ്മയാണ് എന്നെ കൊണ്ട് നടന്ന് ഇന്ന് ഈ കരാട്ടെ ഫീൽഡിൽ എനിക്ക് ഇത്രയും ഞാൻ ഉണ്ടാക്കിയെങ്കിൽ അതിന് എൻ്റെ സപ്പോർട്ട് എൻ്റെ അമ്മയാണ്. അമ്മ കാരണമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ പേരൻസ് കുട്ടികളെ കൊണ്ട് വരുന്ന കാണുമ്പോൾ ഇതേ ഫീല് തന്നെ തോന്നുന്നത്. അത് ഇന്നലെ ഞാൻ നമ്മുടെ കോട്ടോട്ടം ക്ലാസ്സിൽ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ പേരൻറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അന്നേരം ഞാൻ ഇന്നലെ രാത്രിയിൽ ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓർത്തിരുന്നപ്പോൾ ഞാനിത് അമ്മയടുത്തൊന്ന് അവതരിപ്പിക്കാം. അമ്മ ഇപ്പം എന്താ പറയാൻ പോകുന്നത്, നമുക്ക് കരാട്ടെ പഠിക്കുക അമ്മ എന്നൊന്ന് പറയാം. പക്ഷേ ഇതിലെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അമ്മ കളരിയാണ്, നല്ല ഒന്നാന്തരം കളരിയാണ്. അമ്മ ഇപ്പം ഒത്തിരി വർഷമായി, അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് അമ്മ കളരി പഠിച്ചത്. അമ്മ അത് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അമ്മയുടെ കുഞ്ഞുനാളിൽ, അതായത് എൻ്റെ പ്രായമുള്ളതിന് മുമ്പേ, അതായത് അമ്മയ്ക്ക് 10-20 വയസ്സൊക്കെ ആവുന്നതിന് മുമ്പാണ് അമ്മ കളരി പഠിച്ചത്. അമ്മ അത് കംപ്ലീറ്റ് ആക്കാഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചനാണ്, അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ. അമ്മ അന്ന് ഇച്ചിരി ഇതായിരുന്നു, ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അമ്മയടുത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞതിന് രണ്ടാമത്തേന് അമ്മ പ്രതികരിച്ച് കളയും. ആ ഒരു സ്വഭാവം ആയതുകൊണ്ട് അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് മർമ്മമൊന്നും പറഞ്ഞു കൊടുക്കരുത്. 1-2 മർമ്മയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേ അച്ചാച്ചൻ പറഞ്ഞ് എനിക്ക് ഒരുപാട് പറ്റിച്ചിട്ടിയൊന്നുമില്ല, അതുകൊണ്ട് ഇവർക്ക് മർമ്മം പറഞ്ഞു കൊടുക്കരുതെന്നും പറഞ്ഞ് അവിടെ നിർത്തിയതാണ്. പക്ഷേ അമ്മ പണ്ട് ഇടയ്ക്കൊക്കെ, അതായത് ഒരു 6-7 കൊല്ലം മുമ്പേ വരെ അമ്മ വടി കറക്കുന്ന പോലെ, നമ്മുടെ വടിയുണ്ടല്ലോ ദണ്ട, അത് കറക്കുന്ന പോലെ എനിക്ക് പോലും കറക്കാൻ അറിയത്തില്ലായിരുന്നു. അമ്മ ഒത്തിരി നാളെ അതൊക്കെ ചെയ്തിട്ട് ഞാൻ അന്ന് കണ്ടിട്ട് പോയി. ഇപ്പം എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും നമുക്ക് അമ്മയെടുത്ത് ഇന്ന് കരാട്ടെ ചെയ്യുന്ന കാര്യം ഒന്ന് ചോദിക്കാം. പറ്റുമെങ്കിൽ അമ്മ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടൊന്ന് വടി കറക്കി കാണിച്ചും തരാം. ഇത് രണ്ടുമാണ് സംഭവം. നമുക്ക് എന്തായാലും അമ്മയെടുത്ത് ചോദിക്കാം. ഒരു മൈക്ക് കൂടെ എടുത്തിട്ടുണ്ട്, ഇത് അമ്മയ്ക്ക് കൊടുക്കുക. അന്നേരം ആ വോയിസ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അമ്മ കുത്ത് അമ്മ എന്തോ സംഭവം എന്നൊന്നും അറിയത്തില്ല, നമുക്ക് അമ്മയോട് ചോദിക്കാം. ഞാൻ പറഞ്ഞ അമ്മ വെളിയിൽ നെല്ലിക്ക പറിക്കുമായിരുന്നു. നെല്ലിക്കല്ലേ അമ്മ? അത് നെല്ലിക്ക അമ്മ തിരിച്ചാ ഓക്കെ. സംഭവം നമുക്ക് അമ്മയെടുത്തിരുന്ന് വിശദമായിട്ട് ചോദിക്കാം. ഓക്കെ, അമ്മക്കേ കരാട്ടെ പഠിച്ചല്ലോ? ഇപ്പൊ പഠിക്കണം, പിന്നെ പഠിക്കണം. പിന്നെന്ന് പറയുമ്പോ എപ്പോഴാ? വൈകിട്ട്. വീട്ടാവട്ടെ.
നമ്മള് നോക്കിയാലോ അമ്മയുടെ കളരി കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. അച്ചാച്ചന്റെ കളരി പഠിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു ഒരുപാട് വർഷമായില്ലേ. എനിക്കൊരു 10-12 വയസ്സുള്ളപ്പോഴാണ്. 12 വയസ്സ് ഞാൻ പറഞ്ഞ അന്നേരം തെറ്റാട്ടോ. 12 വയസ്സെന്ന് പറയുമ്പോൾ എൻ്റെ ഈ പ്രായത്തിന്റെ കാട്ടി പകുതി വരും, പകുതി കൂടുതൽ വരും. 12 വർഷമായി. അന്നേരം ഇപ്പോൾ 4 വെച്ച് നോക്കിയേ എത്ര വർഷമായിരുന്നു. ഇപ്പം അത്രയും വർഷം എന്ന് പറയുമ്പോൾ അത് 52 വയസ്സായി. 50 വയസ്സ്, 51 വയസ്സ്, 73. ഞാൻ അമ്മ വടി ഇറക്കി കണ്ടിട്ട് ഏകദേശം 5 വർഷത്തിൽ മേലാവുന്നു. അമ്മ ഒന്ന് വടി ഇറക്കി കാണി, നമുക്ക് ക്ലാസ്സിൽ കയറാം. നമുക്ക് വൈകിട്ട് എടുക്കാം. ഈ ഇതൊന്നും ഇട്ട് ചൊവ്വ കറക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് കറക്കി കാണി, നമുക്ക് നോക്കാം. വൈകിട്ട് നമുക്ക് നല്ലപോലെ ഇറക്കാം. അതിപ്പോ അങ്ങനെ ഇടുമ്പോ നമ്മള് ഇതിനകത്ത് ഇടുന്നതല്ലേ. അമ്മയ്ക്ക് പറ്റുന്ന പറ്റുന്നില്ല, അമ്മ ചെയ്യുന്നതാണ്. അമ്മ കളരിയാന്ന് നമ്മൾ പറഞ്ഞാൽ ഇതിൽ എത്ര പേര് വിശ്വസിക്കും നമുക്കറിയത്തില്ല. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ അമ്മ ഒരുപാട് വർഷമായില്ലേ ചെയ്തിട്ട്. അന്നേരം അമ്മയ്ക്ക് അറിയാവുന്ന പോലെ ഒന്ന്, അമ്മയ്ക്ക് ഇപ്പൊ പറ്റുന്ന പോലെ അമ്മ ജസ്റ്റ് ഒന്ന് കാണിക്കണം. നമുക്ക് ആ വീഡിയോയിലൊന്ന് കാണാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് 2 കൈ വെച്ച് കറക്കുമായിരുന്നു. ഇപ്പം അത് വെക്കുമൊന്നും അറിയത്തില്ല. അത് തന്നെയല്ല പിച്ചാത്തിയായാലും നമ്മളെ വാളിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഒരു കണക്ക് കറക്കി എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും പറ്റത്തില്ല. എന്നാലും ഇപ്പോൾ അതൊന്നും പറ്റത്തില്ലെങ്കിലും കുറച്ച് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് പറ്റുന്നത് ഒന്ന് ഈ ഡ്രസ്സിലൊക്കെ ഇട്ടുകൊണ്ടൊന്നും കറക്കാൻ പറ്റിയല്ല. വടി കറക്കി നോക്ക്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വടി കെട്ടാൻ പറഞ്ഞത്. കാരണം വടി കറക്കുന്നതല്ലേ, അന്നേരം മുടി ഇങ്ങനെ പറന്ന് കിടന്നാലേ അത് ഈ കയറി ഉടക്കാൻ സാധ്യതയുണ്ട്. അന്നേരം അമ്മാമ്മച്ചി വടി ഇറക്കുന്ന എൻ്റെ സീതമോള് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? വടി ഇറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് കാണാൻ പോവാ അമ്മാമ്മച്ചിയുടെ കളരിപ്പയറ്റ്. ത്രില്ലുണ്ടോ? ഉണ്ട്. അയ്യോടാ എന്ന് വരുമ്പോ ചോടാ. ഇളയാളും പെങ്ങളും ഇവിടെ ഇല്ല കേട്ടോ. അവര് നമുക്ക് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ക്ലാസ് ഉണ്ട്. എൻ്റെ പെങ്ങൾ ആലപ്പുഴ ജില്ലയുടെ WFSK ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ചീഫാണ്. അവൾ അവിടെ ക്ലാസ് എടുക്കാൻ പോയിരുന്നത്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, അവിടെ ആയിരുന്നു. അന്നേരം അവളിപ്പോൾ വരും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ പെങ്ങൾ കാണില്ല. എന്തായാലും അമ്മ വടി ഇറക്കുന്നത് നമുക്കൊരു വീഡിയോ സെറ്റാക്കാം. ഓക്കെ, നമുക്ക് വടി ഇറക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇതിൽ എത്ര പേര് അമ്മ കളരിയാന്ന് പറയുമ്പോൾ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ട്രയൽ എന്ന പോലെ അമ്മയെ കൊണ്ട് കാണിച്ചു തരുന്നത്. ഇപ്പം നൈറ്റിയൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ആവും എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അമ്മ കറക്കും. ഞാൻ കോൺഫിഡൻ്റ് ആണ്. നമുക്കത് നോക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലാസ് ആണ്. ഇപ്പോൾ ഉച്ച സമയമായിട്ട് നല്ല ചൂടാണ്. ഒന്നാമത് ഇപ്പോൾ പുനലൂർ കൊല്ലം ജില്ലയെന്ന് പറയുന്നത് മൊത്തത്തിൽ നല്ല ചൂടിൻ്റെ സമയമാണ്. ഈ ഷീറ്റ് ചൂടായതുകൊണ്ട് നല്ല ആവി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും അമ്മ വന്നിട്ടുണ്ട്. നമുക്ക് അമ്മ എന്താണ് ചെയ്യാൻ പോകുന്നത്? അമ്മ വടിയൊക്കെ എടുക്കുന്നുണ്ട്. അമ്മ വടിയൊക്കെ എടുത്ത് എന്താണ് ഇനി അമ്മ ഉദ്ദേശിക്കുന്നതെന്ന്, അമ്മ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ അല്ലേ അമ്മ? അമ്മ വടിയൊക്കെ എടുത്ത് സെറ്റാണ്. കറക്കമ്മ. മതി, ഇത്രയും മതി. മതിയല്ലേ? അവരോട് പറ. മതിയല്ലോ. എനിക്ക് ഇതേ എനിക്ക് രണ്ട് കയ്യിൽ വെച്ചിട്ട് 2 കയ്യിലും കറക്കും. പക്ഷെ അത് ഇപ്പോൾ ഒരുപാട് വർഷം കൊണ്ടായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു ഇച്ചിരിയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അമ്മ കറക്കുന്ന പോലെ ഇപ്പോഴും എനിക്ക് പോലും പറ്റത്തില്ല. അമ്മ 1 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം കറക്കും. ആ സ്പീഡ് കണ്ട എൻ്റെ കിളി വരെ പോവും. അമ്മ കറക്കുമ്പോൾ ഞാൻ ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കൂ. എനിക്ക് പേടിയാ, ഞാനടുത്ത് പോയി നിൽക്കത്തില്ല. എനിക്ക് പേടിയാ. അമ്മ കറക്കുന്ന പോലെ എനിക്ക് ഇപ്പൊ മുഴുവൻ കറക്കാൻ അറിയില്ല. അമ്മയാണ് ഉന്തിത്തള്ളി കരാട്ടെ ഉന്തിത്തള്ളി അല്ല. എനിക്ക് പണ്ടേ ഈ ബാബു ആന്റണി സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാബു ആന്റണി സിനിമ കണ്ടിട്ട് കുഞ്ഞിലെ 3-4 വയസ്സുള്ള സമയത്തേക്ക് തലയാണ് എടുത്ത് ചിടി ഉണ്ടാക്കുമല്ലോ. അങ്ങനെ തുടങ്ങിയത് ഞാൻ ചെയ്യുന്ന കണ്ട് അമ്മയ്ക്ക് ആ ഒരു കലാവാസന തോന്നിയിട്ട് അമ്മയാണ് എന്നെ കരാട്ടെ ക്ലാസ്സിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ കൊണ്ടാക്കി ഞാനിപ്പോൾ ഈ ലെവൽ വരെ എത്തി. അമ്മ 2 കൈയും വെച്ചൊക്കെ തുടങ്ങി. ഇനി ഇതിപ്പോൾ ഹരമാവും. ഇതിനി എന്താവുന്നൊന്നും അറിയത്തില്ല. സീതമോളെ മാറിയും തരാ. ഓക്കെ,
അതാണ് സംഭവം. അമ്മ കറക്കുന്ന ഇതാണ്. പക്ഷെ അമ്മയ്ക്ക് കരാട്ടെ നമ്മളിപ്പം ഇച്ചിരി ഒരു വയ്യാഴിക ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് തുടങ്ങാഞ്ഞത്. അപ്പൊ നമ്മളത് സെറ്റ് ആക്കും എന്തായാലും. നമ്മ കരാട്ടെ പഠിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട്. സീതയ്ക്ക് ഒന്നുകൂടെ കാണണമെന്ന്, അതുകൊണ്ടാണ് കറക്കി കാണിച്ചത്. സീത മോക്ക് ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞപ്പോ അമ്മ കറക്കി കാണിക്കുക. നൈറ്റി ഇത് വലിയ വടി കേട്ടോ, വലിയ ദണ്ഡയുണ്ട്. ഇത് മാറി. ഇതാണ് സംഭവം. അമ്മയ്ക്ക് ഹരമായി കേട്ടോ. അമ്മ അവിടെ നിന്നൊക്കെ കറങ്ങുക. അങ്ങോട്ടോ വല്ലാക്കളെ. അമ്മ ഇത് വലിയ ദണ്ഡ, ഇത് വെച്ച് കറക്കാൻ ഭയങ്കര. മിക്കവാറും ഇവിടെ വരുന്ന കൊച്ചുകളെ ഞാൻ വടിയിറക്കാൻ അമ്മയെ ഏൽപ്പിക്കും. അമ്മ വടിയിറക്കാൻ അമ്മയെ കൊണ്ട് പഠിപ്പിക്കും. അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അമ്മയ്ക്ക് കരാട്ടെ ക്ലാസ് സ്റ്റാർട്ടാവുന്നത്, കരാട്ടെ തുടങ്ങുന്ന ആ ഒരു ഇത് നമ്മൾ എന്തായാലും വ്ളോഗായിട്ട് തന്നെ സെറ്റ് ചെയ്യും. തുടക്കം തൊട്ട് ഒടുക്കം വരെ. അമ്മ വൈറ്റ് ബെൽറ്റ് കെട്ടി തുടങ്ങി ബ്ലാക്ക് എടുക്കുന്നവരെ നമ്മൾ ആ ലെവലിൽ തന്നെ ചെയ്യും. ഓക്കെ, എനിവേ എന്തായാലും അത് കഴിഞ്ഞ് എല്ലാവരും പറയും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. എങ്ങനെയുണ്ട്? ഞാൻ ഒരുപാട് വർഷമായി ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ദണ്ഡ എടുത്തിട്ട് കറക്കാൻ തുടങ്ങിയത് കേട്ടോ. ഒരുപാട് വർഷം, എൻ്റെ 12ാമത്തെ വയസ്സിലെങ്ങാണ്ട ചെയ്ത ഒരു ഓർമ്മയേ ഉള്ളൂ. കണ്ടില്ലേ, സംഭവം സെറ്റാണ്. അപ്പൊ ഇനി നമുക്ക് അമ്മ ദണ്ഡ കറക്കാൻ പഠിപ്പിക്കാം എൻ്റെ മോനെ. ആട്ടോ, അവക്ക് ദണ്ഡ ഇറക്കണമെന്ന് ഇപ്പോഴേ തുടങ്ങി. വിഷയമായി. നമ്മുടെ ക്ലബില് വേൾഡ് റെക്കോർഡ് കിട്ടിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ് വേൾഡ് റെക്കോർഡ് കിട്ടിയ മുതലാണിത്. ഏറ്റവും 6012 പേര് പങ്കെടുത്ത നമ്മുടെ വേൾഡ് റെക്കോർഡില് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നമ്മുടെ സീതമോളായിരുന്നു. നമ്മുടെ ക്ലബില് മൊത്തത്തിൽ 2 വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ബെൽറ്റിന്റെ വേൾഡ് റെക്കോർഡുണ്ട്, അല്ലാതെ ലാർജസ്റ്റ് കുട്ടികൾ പങ്കെടുത്തതിന്റെ ഒരു വേൾഡ് റെക്കോർഡുണ്ട്. അങ്ങനെ അതിൽ ആ വേൾഡ് റെക്കോർഡിൽ നമുക്ക് തന്നെ നമ്മുടെ ക്ലബിന് തന്നെ കിട്ടിയ വേൾഡ് റെക്കോർഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സീതമോളായിരുന്നു. എല്ലാ ന്യൂസിലൊക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് കട്ടിങ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അവളുടെ ഇൻസ്റ്റയിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. സമൃദ്ധി എല്ലാനു എന്ന് പറയുന്ന അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് സംഭവം. അവൾക്ക് ഇപ്പൊ വടിയിറക്കാൻ പഠിക്കണം, ഇതാണ് പറയുന്നത്. ഭയങ്കര ത്രില്ലാട്ടോ അവൾക്ക്. അവളെല്ലാത്തിനും കൂടെ നിൽക്കും. ഞാൻ ക്ലാസ് എടുക്കാൻ കുന്നിക്കോട് പോയാലോ ഇവിടെ നിന്നാലോ കുരുവിക്കോണത്ത് കിടക്കും, എവിടെ പോയാലും എൻ്റെ കൂടെ ചാടിക്കയറി വരും. പിന്നെ കുഞ്ഞല്ലേ, മഴയും വെയിലും ഒന്നും ആകുമ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോകത്തില്ല. ബൈക്കിലാണ് ഞാൻ പോകുന്നത്, കൂടുതലും കാറിൽ പോവാറില്ല. അപ്പൊ ഇതൊക്കെയാണ്. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇല്ലേ അമ്മ? ഓക്കെ, ബൈ. ബൈ.